കണ്ണൂരിലേക്ക് പോയാൽ കണ്ണൂർ രാജഗിരിയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രാജേഷ് നായരുടെ തെരച്ചിൽ 4-ാം ദിവസമായി ഇന്നും തുടരുകയാണ്. തുരുത്തിൽ ഒറ്റപ്പെട്ടയാൾക്ക് ലൈഫ് ജാക്കറ്റ് ഊരി നൽകി രക്ഷിച്ച ശേഷം തിരികെ വരവെയാണ് റാപ്ലിംഗ് ഇൻസ്ട്രക്ടറായ രാജേഷ് ഒഴുക്കിൽപ്പെട്ടത്. പേരാവൂർ തുണ്ടിയിൽ പാലത്തിന് സമീപം കാണാതായ ഹനീഫയെയും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. നിഖിലാണ് അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, സങ്കടകരമായ കാര്യമാണ്. എന്താണ് തെരച്ചിലിൻ്റെ ഒരു അവസ്ഥ? എങ്ങനെയാണ്? ഇന്നും തുടരുകയാണോ? മറ്റു വിവരങ്ങൾ? ശ്യാമിലി, 4-ാം ദിവസമായി ഇന്നും രണ്ടുപേർക്കുമായുള്ള തിരച്ചിൽ തുടരുകയാണ്. കാര്യങ്കോട് പുഴയിലാണ് രാജേഷിനെ കാണാതായത്. പേരാവൂർ തുണ്ടിയിൽ പാലത്തിന് സമീപമായിരുന്നു ഹനീഫയെ കാണാതായത്. രാജേഷിനെ കാണാതായത് നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ ഒരാളെ രക്ഷിച്ച് തിരികെ കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ തിരികെ കൊണ്ടുവരുന്ന സമയത്താണ് റാപ്പലിംഗ് ഇൻസ്ട്രക്ടറായ രാജേഷ് സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി ബെന്നി എന്ന് പറയുന്ന വ്യക്തിയെ ധരിപ്പിക്കുകയും അദ്ദേഹത്തെ സുരക്ഷിതമായി കരക്കെത്തിക്കുകയും ചെയ്യുന്നത്. പിന്നീട് തിരിച്ച് കരയിലേക്ക് വരുന്നതിനിടയിൽ ഇത്തരത്തിൽ അപകടം സംഭവിക്കുന്നതും കാണാതാവുന്നതും. ഇന്നിപ്പോൾ തിരച്ചിലിന് അനുകൂലമായൊരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മഴ പൂർണ്ണമായും മാറി നിൽക്കുന്നു. പുഴയിലെ കുത്തൊഴുക്ക് വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. വെള്ളം കലങ്ങി ഒഴുകുകയായിരുന്ന ഒരവസ്ഥയ്ക്ക് മാറ്റം വന്നു, തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം തിരച്ചിലിന് അവിടെ അനുകൂലമാണ്. ഫയർഫോഴ്സിൻ്റെ 2 യൂണിറ്റ്, പയ്യന്നൂർ, പെരിങ്ങോം സ്റ്റേഷനുകളിൽ നിന്നുള്ള 2 യൂണിറ്റാണ് നിലവിലവിടെ ഈ തിരച്ചിലിന് നേതൃത്വം നൽകുന്നത്. ഒപ്പം ഇന്നലെ മുതൽ ഈ റാഫ്റ്റിംഗ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ റാഫ്റ്റുകൾ ഉപയോഗിച്ചുള്ള തിരച്ചിലും വ്യാപകമായി നടത്തുന്നുണ്ട്. അപകടം നടന്ന ഭാഗത്തും ഈ മീൻതുള്ളി ഭാഗത്തേക്കുമൊക്കെ ഇന്നലെ തിരച്ചിൽ നടത്തിയതാണ്. ഇന്ന് കുറച്ചുകൂടി താഴ്ഭാഗത്തേക്ക് ഉൾപ്പെടെ പരിശോധന നടത്തും. ഇന്നലെ രാജേഷിൻ്റെ കുടുംബം പ്രധാനമായും പറഞ്ഞിരുന്നത് ഈ പുഴ ഇടയ്ക്ക് ചെറിയൊരു ഭാഗം കർണാടക ഫോറസ്റ്റിലൂടെ കടന്നു പോകുന്നുണ്ട്, ആ ഭാഗത്തു കൂടി പരിശോധന നടത്തണമെന്നുള്ളതാണ്. അതിനുള്ള ക്രമീകരണങ്ങൾ കൂടി ഏർപ്പെടുത്താനുള്ള നീക്കം ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു. ഇന്നൊരു പക്ഷേ അത്തരം സ്ഥലങ്ങളിൽ കൂടി പരിശോധന നടത്തും. ഈ മരച്ചില്ലകൾ അങ്ങനെയുള്ളവയിൽ ഒക്കെ തട്ടി നിൽക്കാനുള്ള ഒരു സാധ്യത കൂടി പരിഗണിച്ച് അങ്ങനെ വിശദമായൊരു പരിശോധനയിലേക്കാണ് ഇന്ന് അവിടെ കടക്കുന്നത്. പേരാവൂരിലേക്ക് വന്നാൽ ഹനീഫ ഒഴുകിപ്പോകുന്ന തേങ്ങകൾ പിടിക്കുന്നതിന് വേണ്ടി പുഴയിലേക്ക് ഇറങ്ങിയതായിരുന്നു. ഹനീഫ നേരത്തെയൊക്കെ ഇത്തരം പ്രവൃത്തി ചെയ്യുന്നയാളാണ്. ആ ഒരു ആത്മധൈര്യത്തിൽ ഇറങ്ങിയതായിരുന്നു. പക്ഷേ ാവുന്നതിലും അപ്പുറത്തേക്കുള്ള ഒരു കുത്തൊഴുക്ക് വന്നതോടുകൂടി അതിൽ പെട്ടുപോവുകയായിരുന്നു ഹനീഫയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിലും ഇന്നിപ്പോൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. വയനാട്ടിൽ നിന്നുള്ള തുർക്കി സംഘം എന്നറിയപ്പെടുന്ന വിദഗ്ധ പരിശീലനം ലഭിച്ച വെള്ളത്തിൽ വളരെ ആഴത്തിൽ മുങ്ങി പരിശോധന സംഘം കൂടി അവിടെ പരിശോധന നടത്തും. എങ്ങനെയാണ് ജില്ലയിൽ ഇന്നത്തെ ഒരു സാഹചര്യം? മഴയുണ്ടോ എല്ലായിടത്തും? എങ്ങനെയാണ്? ശ്യാമിലി, ഇപ്പോഴേതായാലും കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലുണ്ടായിരുന്ന ആ കാലാവസ്ഥയുടെ അവസ്ഥ മാറിയിരിക്കുന്നു. ജില്ലയിലെ ഏകദേശം എല്ലാ ഇടങ്ങളിലും തെളിഞ്ഞ കാലാവസ്ഥയാണ്. മഴ ശക്തമായ രീതിയിൽ എവിടെയും പെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ പുഴകളിലെ എല്ലാം തന്നെ ഒഴുക്ക് കുറഞ്ഞു കഴിഞ്ഞു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളത്തിലായിരുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ക്യാമ്പുകളിലുണ്ടായിരുന്ന ആളുകളൊക്കെ വീട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. ഏകദേശം 700ഓളം ആളുകൾ ഉണ്ടായിരുന്ന ക്യാമ്പുകളായിരുന്നു ജില്ലയിലാകെ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അത് 400-ൽ താഴേക്ക് ഇന്നലെ വൈകുന്നേരത്തെ കണക്കനുസരിച്ച് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നത്തോടു കൂടി തന്നെ പൂർണ്ണമായും അത്തരത്തിൽ ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ മാറുന്ന ഒരു സാഹചര്യം വരും. ചിലയിടങ്ങളിൽ ഈ ഇരിട്ടി കിളിയന്തറയിലെ 15 കുടുംബങ്ങൾ അവിടെ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ മാറ്റി പാർപ്പിക്കാനുള്ള നീക്കമൊക്കെ നടത്തിയിരുന്നു. അങ്ങനെ ചിലയിടങ്ങളിൽ മാത്രമാണ് ആളുകൾക്ക് ക്യാമ്പുകളിൽ തുടരേണ്ടി വരിക. മറ്റിടങ്ങളിലെല്ലാം ഒരു പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. വെള്ളം കയറിയ വീടുകളിലും മറ്റും ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ നടത്തി വരുന്നുണ്ട്. മറ്റൊരു ഭാഗത്തൊക്കെ കഴിഞ്ഞ ദിവസം മുതൽ DYFI ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളെല്ലാം ഒരുമിച്ച് രംഗത്തിറങ്ങി അവിടെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഏതായാലും ആശങ്കയുടെ സാഹചര്യം പൂർണ്ണമായും ഒഴിയുന്നു. ഒരു വെയിലുദിക്കുന്ന കാലാവസ്ഥയിലേക്ക് ജില്ല മാറിക്കഴിഞ്ഞിട്ടുണ്ട്.